ആദ്യം ശ്രീ ഗോകുലിലേക്ക്. ഗോകുൽ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ എല്ലാം തന്നെ SDPIക്ക് എതിരാണ്. പ്രത്യേകിച്ച് റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന പരാമർശങ്ങൾ, അതോ അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള സുഹൃത്തിൻ്റെ മൊഴി, ഇതിൽ നിന്നെല്ലാം ആൾക്കൂട്ട വിചാരണ, സദാചാര വിചാരണ എന്നതിനപ്പുറത്ത് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? SDPI പറയുന്നത് പോലെ തങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുന്ന ഒന്നാണോ ഈ മരണം, ഈ കൊലപാതകം? ഇവിടെ കണ്ണൂരില് പിണറായി കായലോട് നടന്ന ഈ സദാചാര കൊലപാതകം, ഈ ആത്മഹത്യ കൊലപാതകം എന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. ഈ സദാചാരം എന്ന പദത്തിന് ഒരു തരത്തിലും മൂല്യം കൽപ്പിക്കാതെ തങ്ങളുടെ ലൈംഗികവും സാമൂഹികവുമായ ദാരിദ്ര്യത്തെ മറ്റുള്ള മനുഷ്യന്റെ സന്തോഷത്തിന് മേൽ ആക്രമണ സ്വഭാവത്തോടു കൂടി സമീപിക്കുകയും തങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടി മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ SDPI അടക്കമുള്ള, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, NDF അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളെല്ലാം ശ്രമിച്ചിട്ടുള്ളത്, നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ SDPI എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സംഘടന മാത്രമാണ്. 1977 സിമി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം വിവിധ ഘട്ടങ്ങളിൽ, പല രൂപങ്ങളിൽ, പല പുറം ചട്ടകളിൽ, പല രാഷ്ട്രീയ നയങ്ങളിലൊക്കെ ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇവരുടെ യഥാർത്ഥ രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് മേൽ മതത്തിന്റെ, അവരുടെ പ്രത്യേക തരത്തിലുള്ള വർഗീയ സ്വഭാവത്തിന്റെ കടന്നുകയറ്റത്തെ കൂടുതൽ വ്യാപിപ്പിക്കുക എന്ന രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള അവരുടെ അന്തഃസത്ത എല്ലാ കാലത്തും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകടനത്തിന്റെ ഉദാഹരണമാണ് ഇവിടെ റസീനയുടെ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് SDPIയും PDPയും NDFും ഒക്കെ അവരവരുടെ ഈ തരത്തിലുള്ള സ്വഭാവം പല ഘട്ടങ്ങളിൽ സമൂഹ സാഹചര്യങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെയാ സംഭവിക്കുന്നത്? കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാ? കണ്ണൂരാണ്. കണ്ണൂർ എവിടെയാ? പിണറായി പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പിണറായി പോലീസ് സ്റ്റേഷനിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ, അദ്ദേഹത്തിന്റെ തറവാട്ടിനകത്ത്, അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിനുള്ളിൽ SDPIയുടെയും NDFന്റെയും പ്രവർത്തകർ ഇത്തരത്തിൽ അഴിഞ്ഞാടാൻ വേണ്ടി അവർക്ക് ഹുങ്കും അവർക്ക് ബലവും നൽകുന്നത് ഈ നാട്ടിൽ കേരളം ഭരിക്കുന്ന CPM അടക്കമുള്ള സംഘടനകളാണെന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. അവരുടെ പ്രീണന രാഷ്ട്രീയം, അവരുടെ എന്തും ചെയ്യാൻ ഇത്തരം വർഗീയ കക്ഷികളെ തുറന്നു വിടുന്ന സമീപനം നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവൻ എടുക്കുന്ന, അവരുടെ പ്രണയവും അവരുടെ സൗഹൃദവും എല്ലാം വർഗീയ താല്പര്യങ്ങളുടെ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹ പ്രക്രിയ എത്തിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഉണ്ടാവണം. ഈ സദാചാര ഗുണ്ടായിസം, ഈ സദാചാര പോലീസിംഗ് എന്ന് പറയുമ്പോൾ ഈ സദാചാര പോലീസിംഗ് എന്ന പദം തന്നെ മാധ്യമങ്ങൾ ഒഴിവാക്കണം. തീർച്ചയായും താങ്കൾ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ഇതേ ചോദ്യം തന്നെ മാധ്യമപ്രവർത്തകർ PK ശ്രീമതിയോട് ചോദിച്ചിരുന്നു. അതിനവർ നൽകിയ മറുപടി, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെന്നോ പ്രദേശത്തോ എന്നോ ഒന്നുമില്ല, ഇത് മത തീവ്രവാദത്തിന്റെ ഭാഗമാണ്, ഇത് താലിബാനിസം ആണ്, അതെവിടെയും നടക്കും, ആ സ്വഭാവമുള്ളവർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഇതുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് എന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഇവിടെ മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ്, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് എന്ന് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് തന്റെ നാട്ടിലെ ഇത്തരം വർഗീയ കക്ഷികളെ, നമുക്ക് മുഖ്യമന്ത്രി ഇന്റലിജൻസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകളെ തിരിച്ചറിയാനും ഇവരെല്ലാം തുറുങ്കിലടയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ കയ്യിലുള്ള MLA കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രദേശത്താണ് നടക്കുന്നത്. സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടും, വിമർശിക്കപ്പെടും. അതിനകത്ത് ഇത് സാമാന്യവൽക്കരിച്ച് ഇതിന്റെ ഗൗരവത്തെ അല്ല, അങ്ങനെ സാമാന്യവൽക്കരിക്കുക മാത്രമല്ല ഗോകുൽ ചെയ്തിട്ടുള്ളത്. അവർ അതിശക്തമായ പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇടത് സംഘടനകൾ ഇതിൽ പ്രതിഷേധമടക്കം നടത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ്. ഇതിപ്പോൾ KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർ ഇത് ആവർത്തിക്കുന്നുമുണ്ട്. ഇത് താലിബാനിസം തന്നെ എന്ന തരത്തിൽ
പൂർണ്ണമായും SDPI തള്ളിക്കളയുന്ന അല്ലെങ്കിൽ ഈ പ്രവൃത്തിയെ തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. ഇവിടെ 2010 പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രൊഫസർ ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോഴും CPM ഇത്തരത്തിലുള്ള അപലപനങ്ങൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്, തള്ളിക്കളയലുകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവർ അധികാരത്തിലെത്തി 9 വർഷം പിന്നിടുമ്പോഴും താലിബാനിൽ നടക്കുന്നത് പോലെ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വെള്ളവും വളവുമുള്ള നാടുകളിൽ നടക്കുന്നത് പോലെ സമാനമായിട്ടുള്ള മനുഷ്യന് നേരെയുള്ള ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ അത് ആരാ ഉത്തരവാദി? സ്റ്റേറ്റ് അല്ലേ ഉത്തരവാദി? അവിടെ CPM-ഓ കോൺഗ്രസോ ഒന്നല്ല, കേരളം ഭരിക്കുന്ന, സ്റ്റേറ്റ് ഭരിക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു വന്ന് ഈ ജനാധിപത്യത്തിന്റെ ഭൂരിപക്ഷ അഭിപ്രായത്തോടുകൂടി ഈ നാട് ഭരിക്കുന്ന CPM-നും LDF-നും അതിന് നേതൃത്വം കൊടുക്കുന്ന തലവൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം മറച്ചു വെക്കാൻ വേണ്ടി ഇവർ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല. ഉത്തരവാദിത്തം അവരുടെ തന്നെയാണ്. അവർക്ക് പ്രധാനമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരം പക്ഷേ അവിടെ ഗോകുൽ, ഇതാ ഈ സംഭവം ഉണ്ടായതിനു ശേഷം തൊട്ടു പിന്നാലെ 3 പേർ പിടിയിലായിട്ടുണ്ട്. അവരുടെ ചിത്രങ്ങളടക്കം ന്യൂസ് 18-ലും മറ്റു ചാനലുകളിലൂടെ എല്ലാം കാണാം. ഈ ചർച്ചയ്ക്കിടയിലും ആ അറസ്റ്റിലായവരുടെ ചിത്രങ്ങളടക്കം നൽകുന്നുണ്ട്. ഇന്നിപ്പോൾ സുഹൃത്ത് റഹീസിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ പേരുണ്ട് എന്ന് റഹീസ് പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ വളരെ കൃത്യമായി, അതായത് CPM-ന്റെയും LDF-ന്റെയും SDPI ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ PFI-യുടെ ഒക്കെ പ്രീണനം നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ കാണുന്നുണ്ട്. ഇവിടെ CPM-ന്റെയും SFI-യുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മഹാരാജാസ് കോളേജിൽ മരണപ്പെട്ടു, അഭിമന്യു. നമ്മളെല്ലാം കണ്ണുനീരോടുകൂടിയാണ് ആ വാർത്ത കണ്ടത്. ആ ചെറുപ്പക്കാരന്റെ അമ്മയുടെ മകനെ എന്നുള്ള കരച്ചിൽ, തമിഴ് കലർന്ന ആ കരച്ചിൽ നമ്മൾ ഹൃദയവേദനയോടുകൂടിയാണ് നമ്മൾ കേരള സമൂഹം കണ്ടത്. ആ അഭിമന്യുവിന്റെ കൊലപാതകത്തിലെ 1-ാം പ്രതിയും 2-ാം പ്രതിയും നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവർ വിചാരണ നേരിടുന്നുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI-യുടെയും പ്രവർത്തകരല്ലേ CPM-ന്റെയും SFI-യുടെ അഭിമന്യുവിനെ കൊന്നത്? അവര് അതിന്റെ 1-ാം പ്രതി, അയാളെ കുത്തിയ, ഇടനെഞ്ചിൽ കടാര ആഴത്തിൽ കുത്തിയ പോപ്പുലർ ഫ്രണ്ടുകാരൻ, SDPI-കാരൻ എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന ആളുകളല്ലേ അവർ. അവര് ഈ നാട് വിട്ടു പോയില്ലേ? അല്ലെങ്കിൽ ഈ നാട്ടിൽ വേഷം മാറി അവർ നടക്കുന്നില്ലേ? ഇതിനെ പിടിക്കാൻ, അഭിമന്യുവിന്റെ കൊലപാതകളെ പിടിക്കാൻ കഴിയാത്ത പിണറായിയുടെ പോലീസാണോ, പിണറായി സർക്കാരാണോ ഇവിടെ ഈ സദാചാര ഗുണ്ടായിസം അവസാനിപ്പിക്കുന്നത്? ഇതാണ് താങ്കളുടെ പ്രതികരണമെങ്കിൽ ഞാൻ ശ്രീ നന്ദകുമാറിലേക്ക് പോവുകയാണ്.